എങ്ങോട്ടാ ചേട്ടാ? ഈ റെയിൽവേ സ്റ്റേഷൻ വരെ പോണേന് എത്രയോ? എവിടാ? ഈ റെയിൽവേ സ്റ്റേഷൻ വരെ 65 രൂപ. 65 രൂപ? ഈ തൊട്ടടുത്തുനിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോണേന് 65 രൂപ? 65 രൂപയാവും. ഓ എന്റെ ചേട്ടാ, പെട്രോളിന്റെ കാശെ കുറച്ചില്ല, എന്തെങ്കിലും ഒന്ന് കുറക്കാൻ പാടില്ലേ? ചേട്ടാ, അപ്പൊ ചേട്ടൻ ഈ നാട്ടിലൊന്നുമല്ലേ ജീവിക്കണത്? എന്താണ്? ഇന്ത്യ ADB കരാറിൽ ഒപ്പുവെച്ചത് വലിയ മണ്ടത്തരമൊന്നും ചേട്ടൻ തോന്നണല്ലേ? അത് മാത്രമല്ല, നമ്മുടെ രാജ്യം ഇപ്പൊ ഭീകരതയെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തം തീവ്രവാദികളാണ്. അത് മാത്രമല്ല, അമേരിക്കയുടെ ആഗോളവൽക്കരണത്തിനെതിരെ ചേട്ടൻ എന്താ പറയാനുള്ളത്? ഇതൊക്കെ എന്റെ അടുത്ത് പറയുന്നത് എന്തിനാണ്? ചേട്ടനോട് എന്തെങ്കിലും പറഞ്ഞ് കാശ് കൂടുതൽ മേടിക്കാനല്ലേ എനിക്ക് പറ്റുള്ളൂ ചേട്ടാ. കാരണം എനിക്കും ജീവിക്കണ്ടേ. ഈ ലഗേജ് റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിക്കണേന് എത്രയോ? ലഗേജിന് പൈസ ഒന്നും വേണ്ട. ലഗേജ് ഫ്രീ? എന്നാ ഈ സാധനം വെച്ചോ, അതിനകത്തൊന്നും കുഴപ്പമില്ല. ലഗേജ് റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിച്ചേക്ക്. അപ്പൊ ചേട്ടൻ പറ്റില്ല? ഞാൻ പറ്റില്ല, ഞാൻ ബസ്സിന് വന്നുള്ള പറയില്ലേ. ചേട്ടന്റെ വണ്ടിക്ക് കാശ് തരണ്ടല്ലേ ലഗേജിന്? അയ്യ, അത് പറ്റൂല. എടാ വെപ്പ എനിക്ക് ജീവിക്കണ്ടേ? കാലത്ത് ഉടായ്പായിട്ട് ഇറക്കിയല്ലേ? ഞാൻ എടുത്തോളാം. അല്ല പിന്നെ കർത്താവെ, കോളടിച്ചല്ല, ജപ്പാൻകാരനല്ല. ഇന്ന് ഇയാളെ ഞാൻ പറ്റിക്കും. ഹലോ, കർത്താവെ, ഗോൾഡ് ഫിൽറ്ററിന് അവരുടെ നാട്ടിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ചാങ്ചി ചുങ്ചിന്ന്. അപ്പൊ കാശിനെന്തായിരിക്കും പറഞ്ഞെന്നാവോ? ഒരു പണിയോ ഒരു ഐഡിയ ഉണ്ട്. അയ്യോ, അത് തെറിയായിരുന്നു. ഹലോ, എവിടെയാണ് പോണ്ടത്? എന്തായിരുന്നു എന്നെ ദൈവമേ, ഈ സാധനത്തിനെ കൊണ്ട് ചിറ്റിയല്ലേ. എവിടെ പോണം? എവിടെ പോണം? മാമന്റെ വീട്ടിൽ പോണം. അങ്ങനെ മലയാളത്തിൽ പറ. എവിടെ പോണം? മാമന്റെ വീട്ടിൽ. മാമന്റെ വീട്ടിൽ. മാമന്റെ വീട്ടിൽ. മാമന്റെ വീട്ടിൽ പോകാനുള്ള വഴി അറിയാമോ? മാമന്റെ വീട് വഴി നേരെ പോണം. അങ്ങോട്ട് പോണോ? ഇങ്ങോട്ട് പോണോ? എന്റെ ദൈവമേ, മാമന്റെ വീട്ടിൽ പോണം. പോകാ കേറ് കേറ്. മാമന്റെ വീട്ടിലല്ലേ? അപ്പാപ്പന്റെ വീട്ടിൽ വരെ ഞാൻ ഉണ്ടാക്കി തരാം. ഇത് എന്ത് വണ്ടിയാണ് ഇത്? സ്റ്റോപ്പ്, അവിടെ സ്റ്റോപ്പ്. എന്താണ്? അമ്മാവന്റെ വീട്. അയ്യോ, ഇത് എന്റെ അമ്മാവന്റെ വീടല്ല. എന്റെ പൊന്നു സാഹിബ്, ഇത് എത്രാമത്തെ തവണയാണ് അമ്മാവന്റെ വീട് അതാണെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കണത്? എന്താണ് ഈ കാണുന്നത്? എന്താണ്? നിങ്ങളുടെ നാട്ടിലെ വയലുകൾ മുഴുവൻ നികത്തുകയാണല്ലോ. എന്റെ സായിപ്പ്, അത് വയലൊന്നുമല്ല. പിന്നെ അതാണ് എറണാകുളത്ത് ഏറ്റവും തിരക്കുള്ള MG റോഡ്. അത് ടാറിയാണ് കാണുന്നത്, അല്ലാണ്ട് വയല് എത്തണമെന്നല്ല. വയല് നികത്തുന്നതല്ലേ? അല്ല. കണ്ടാൽ വയല് പോലുണ്ടല്ലോ. MG റോഡ് കണ്ടാലും വയല് കണ്ടാലും ഒരേപോലെ എന്താ തോന്നുള്ളത്? ആണല്ലേ? അതെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ നാടിന് പുരോഗതി ഇല്ല. നമ്മുടെ നാടിനെ കുറ്റം പറയല്ലേട്ടാ. നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ ഇതുപോലെ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടന്നാൽ എങ്ങനെ പുരോഗതി ഉണ്ടാവും? വിദ്യാഭ്യാസം വേണം. നല്ല വിദ്യാഭ്യാസം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ നാടിന് പുരോഗതി ഉണ്ടാകൂ. ഓ, ആ വണ്ടി പോയ പോക്ക് കണ്ടോ? എന്തൊരു സ്പീഡാണ്! എന്താണ്? തീർച്ചയായിട്ടും അതിൽ ജപ്പാന്റെ എഞ്ചിൻ ആയിരിക്കും. ജപ്പാന്റെ എഞ്ചിൻ ഉപയോഗിച്ചാലേ അത്രയ്ക്ക് സ്പീഡിൽ പോകാൻ പറ്റൂ. അതാണ് അതിന് അത്ര സ്പീഡിൽ പോയത്. നിങ്ങളൊക്കെ എന്നാണ് ഇനി ജപ്പാന്റെ ടെക്നോളജി ഉപയോഗിക്കുന്നത്? അതെ, ജപ്പാന്റെ ടെക്നോളജി ഒക്കെ അവിടെ കിട്ടെ. നമുക്ക് അമ്മാവന്റെ വീട് തപ്പി പോവാ. നിങ്ങളുടെ നാടിന് പുരോഗതി ഇല്ലല്ലോ. എന്താണ് കാരണം? എന്താണ് കാര്യം? പറ. ഞങ്ങളുടെ ജപ്പാനിൽ വന്ന് നിങ്ങൾ നോക്കൂ. ഞങ്ങളുടെ നാട്ടിൽ ഇലക്ട്രോണിക്സുകൾ, കമ്പ്യൂട്ടറുകൾ, കൃഷികൾ, അങ്ങനെ എല്ലാം കൊണ്ടും ഞങ്ങളുടെ രാജ്യം ഡെവലപ്പ് ആണ്. നിങ്ങളുടെ നാട്ടിലെ കൃഷി ഇറക്കുമതി ചെയ്യുകയാണ് ഞങ്ങൾ. ഇതെല്ലാം കമ്പ്യൂട്ടറൊക്കെ എല്ലാം ഇറക്കുമതി ചെയ്യുന്നു. ഇവിടുത്തെ ഇന്ത്യയിൽ ഇപ്പോഴത്തെ സെറ്റപ്പ് വെച്ചിട്ടില്ല. ഇവിടെ ഇറക്കുമതി ചെയ്യണത് എന്താണെന്ന് അറിയാമോ? എന്താണ്? തടാര, കുന്തം, കുറുവടി, AK-47 ബോംബ്. അതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ വേറെ കമ്പ്യൂട്ടർ അല്ലേ? ഓ മൈ ഗോഡ്, ഭീകരാക്രമണം. അതാണ് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള വ്യത്യാസം. ഓ മൈ ഗോഡ്, ആ വണ്ടി പോയ സ്പീഡ് കണ്ടോ? സ്പീഡിലാണ് പോയത്. തീർച്ചയായിട്ടും അത് ജപ്പാന്റെ എഞ്ചിൻ ആയിരിക്കും. അതെല്ലേ? എന്നാണ് ഇനി നിങ്ങളുടെ വണ്ടികളിലൊക്കെ ജപ്പാന്റെ എഞ്ചിൻ ഫിറ്റ് ചെയ്യുന്നത്? നമുക്ക് അമ്മാവന്റെ വീട് നോക്കാന്ന്. അമ്മാവന്റെ വീട് ഇനി ആരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും? അമ്മാവന്റെ വീട് സായിപ്പ് കയറി ഞാൻ കണ്ടുപിടിച്ചു തരാം. അമ്മാവന്റെ വീട്. അമ്മാവന്റെ വീട് അന്വേഷിച്ച് അമ്മാവന്റെ വീട് നെത്തു അമ്മാവന്റെ വീട്. ഓ, അത് അമ്മാവന്റെ വീടല്ല, ഫ്ലാറ്റ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ നാടിന് ഒരു പുരോഗതിയുമില്ല. എന്താണ് ഇപ്പൊ വേണ്ടത്? നിങ്ങൾ ജപ്പാനിൽ വന്ന് നോക്കൂ, അവിടെ വന്ന് നോക്കൂ. ഇപ്പോൾ അവിടെ ഞങ്ങളുടെ വിവാഹം പോലും ഇമെയിൽ വഴിയാണ് നടക്കുന്നത്.
എന്താണ് ഇമെയിൽ വഴിയാണ് വിവാഹം നടക്കുന്നത്. ജപ്പാനില്? ആ. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ഫീമെയിൽ ആയിട്ടാണ് വിവാഹം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓ കൺട്രി ഫെലോസ് എന്തു ചെയ്യാനാണ്. ഓ മൈ ഗോഡ്, എന്താ? ആ വണ്ടിയുടെ സ്പീഡ് കണ്ടോ? ആ. തീർച്ചയായും അതിനുള്ളിൽ ജപ്പാന്റെ എഞ്ചിൻ ആയിരിക്കും. അതല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വണ്ടികളിലൊക്കെ ജപ്പാന്റെ എഞ്ചിൻ വയ്ക്കും. നല്ല സ്പീഡിൽ ഓടാമല്ലോ. സ്പീഡിലോടാ ജപ്പാന്റെ എഞ്ചിൻ വെച്ച് കഴിഞ്ഞാല്. എന്റെ പൊന്നു ജപ്പാൻകാരെ 10 മണിക്ക് കാലത്ത് 10 മണിക്ക് ഓട്ടോറിക്ഷ കയറിയതാണ് അമ്മാവന്റെ വീട്ടിൽ പോകണം. എവിടെ അമ്മാവന്റെ വീട്? നേരെ ഇട്ടാറ ഇനി ആൾ അമ്മാവന്റെ വീട് കണ്ടുപിടിച്ചില്ലേ? എവിടെ എന്റെ അമ്മാവന്റെ വീട്? കേറി എന്റെ അകത്ത് കയറി ഞാൻ എവിടെയെങ്കിലും കൂടെ ആക്കിത്തരാം. ഇത് ജപ്പാനിൽ നിന്ന് ചങ്ങല അമ്മാവന്റെ വീട് തോന്നുന്നു. ബാറ് പൂട്ടുന്നതിന് മുമ്പ് അമ്മാവന്റെ വീട് കണ്ടാ മതിയായിരുന്നു. സ്റ്റോപ്പ് സ്റ്റോപ്പ്, നിർത്തു. കിട്ടി അമ്മാവന്റെ വീട് കിട്ടി. ചുമന്ന ഗേറ്റ്, അമ്മാവന്റെ വീട്. ഹായ്, അമ്മാവന്റെ വീട് കണ്ടുപിടിച്ചു. ഇതാണ് അമ്മാവന്റെ വീട്. സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓട്ടോക്കാരാ, എത്ര രൂപയായി? എന്താണിത്? ഹൗ മെനി റുപ്പീസ്? മീറ്ററിൽ നോക്കിക്കോ, 2500 രൂപ. ഓ മൈ ഗോഡ്, 2500 റുപ്പീസ്. അത് കൂടുതലാണ്. ജപ്പാൻകാരൻ വണ്ടി കയറിയപ്പോ തുടങ്ങി പറഞ്ഞല്ലേ ജപ്പാന്റെ എഞ്ചിൻ വെക്ക്, ജപ്പാന്റെ മെഷീൻ വെക്ക്, ജപ്പാന്റെ മീറ്റർ വെക്കുന്നത്. ആയിരിക്കണത് ജപ്പാന്റെ മീറ്റർ. അതിന് ഇത്തിരി സ്പീഡ് കൂടും. ഇത് പൗഡറാണ്, നല്ല നല്ല മണമുണ്ട്. സന്തോഷമായില്ല, നിനക്ക് സന്തോഷമായില്ല. നമ്മുടെ വീട്ടില് പണിക്കുന്ന രാജമില്ലേ, രാജമ്മയുടെ മോൻ രാജപ്പനായത്. നിങ്ങളുടെ മാമ എന്റെ വീട്ടിൽ പണിക്ക് നിന്നിട്ടുണ്ടോ? ഞങ്ങളുടെ മാമല്ല, നിങ്ങളുടെ മാം. നിനക്ക് മനസ്സിലായില്ലടാ? ഞാൻ രായപ്പനല്ല, ജപ്പാൻ. നീ തന്നെ നിന്റെ തലയുണ്ടോ നമുക്ക് അറിഞ്ഞൂടാ? ചകിരി തല തന്നു നിന്നത് എനിക്ക് സമയമുള്ള നിങ്ങൾക്ക് ആരാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. നിനക്ക് മനസ്സിലായില്ലടാ? നിനക്ക് ജോലിക്ക് പോയാ എല്ലാ സഹായം ചെയ്യുന്നത് നമ്മളല്ലേ? ആര് ചെയ്തെന്ന്? കള്ളം മാത്രം പറയരുതേ, കള്ളം പറയരുത്. ആര് ചെയ്തു ഇവരൊക്കെ ആരാ? മനസ്സിലായി. സമയം വേസ്റ്റ് ചെയ്യാം. എന്നെ പ്ലീസ്, ഞാൻ വരുന്ന ആഴ്ച പോവാ. നന്നായി പോയിട്ട് ഒരു ഇത് വിസയുടെ ഒരു വിസ അതിന് പൈസ അടച്ചില്ലെങ്കിൽ ക്യാൻസൽ ആയി പോകും. പൈസ പൈസ അല്ല ചേട്ടാ, അയ്യോ ചേട്ടാ, അത് എന്നെ സഹായിക്കുന്നത് ഞാനൊരു അപ്പത്തിയോണ്ടൊരു എനിക്ക് തിരിച്ചു പോകാൻ 5 പൈസ ഇല്ല. അതുകൊണ്ടൊന്ന കൂട്ടുകാർക്കൊക്കെ കൊടുക്കാറുണ്ട്. അവന്മാർക്കും എല്ലാം അടിച്ചു പൊളിച്ച് പൈസ മുഴുവൻ പോയി. ഞാനിപ്പോ അവന്മാർ എന്നെ കാണുമ്പോണ്ടല്ലോ മുങ്ങി നടക്കുക. എന്നെ ഒരു പാവം പോലും കാണിക്കുന്നില്ല എന്നെ കണ്ടതായിട്ട്. പാവം പോകുന്നേട്ടാ, എന്തെങ്കിലും കൊടുക്കു പോകുന്നേട്ടാ. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. പൈസയായിട്ട് ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ വള തരട്ടെ, ഇതുകൊണ്ട് ഒപ്പിക്കാവോ? അറിയല്ലേ, സങ്കടം വരും. കഴിഞ്ഞ തവണ കൊണ്ട് ഇത് തന്നിട്ടില്ല. ആദ്യം ഗൾഫിലൊക്കെ പോയി നന്നായിട്ട് ജീവിക്കുക. പോണതിന് മുമ്പേ തന്റെ ഈ മുടിയൊക്കെ ഒന്ന് വെട്ടി ഒതുക്കണം, എന്നിട്ട് സ്വയമേ ഒന്ന് ഒതുങ്ങണം കേട്ടാ. ഓർമ്മയൊക്കെ വരും. ഇനി തിരിച്ചു വരുമ്പോ ഓർമ്മ കാണുമോ? ഇതാ ചില ഗൾഫുകാരുടെ കുഴപ്പം. ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന കാശ് മുഴുവൻ നാട്ടിലെ കൂട്ടുകാരുമായിട്ട് അടിച്ചു പൊളിച്ച് ലാവിഷായിട്ട് അങ്ങ് ചെലവാക്കും. അതെ, ഗൾഫിൽ നിന്ന് വരുന്ന ചേട്ടന്മാരോട് ഒരു വാക്ക്, അവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഇവിടെ ചെലവാക്കുമ്പോഴേ ഒന്ന് സൂക്ഷിക്കണം. സൂക്ഷിച്ചാലേ നമുക്ക് കൊള്ളാം.